ദേശീയ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താതെ എങ്ങനെയാണ് ഈ പറഞ്ഞ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ സാധിക്കുക? മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി തൻ്റെ മകളെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ വിപ്ലവമല്ലേ അത്? അപ്പോൾ പിണറായി വിജയനെ എന്തിന് ആക്രമിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, ഈ ദൈനംദിന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. നമസ്കാരം സർ, ഈ വീണ ടിക്കെതിരായ കേസുകൾ എല്ലാ മാസവും ആക്റ്റീവാക്കി നിർത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇ ഡിക്കുള്ള പോലെ പലപ്പോഴും നമുക്ക് തോന്നാം. കുറച്ചു കാലം മുന്നേ വരെ കർത്തയുടെ ഡയറി ആയിരുന്നു ഒരു കേന്ദ്ര ബിന്ദു എല്ലാത്തിൻ്റെയും. പക്ഷേ ഒരു 2 ദിവസം മുന്നേ തൊട്ട് വീണയുടെ ഡയറിയാണ് ഇപ്പം ഇനി അങ്ങോട്ട് ചർച്ചകളിൽ നിൽക്കാൻ പോകുന്നത്. വീണ ഒരു ടൂൾ മാത്രമായിട്ട് പലപ്പോഴും തോന്നാം. വീണയിലൂടെ റിയാസിലൂടെ പിണറായിയിലേക്കുമാണ് എന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലായിട്ട് എടുത്തിട്ടുണ്ട്. പിണറായിയെ അല്ലെങ്കിൽ റിയാസിനെ, ഇവർ നേതാക്കന്മാരെ, വീണയുടെ കാര്യം പാർട്ടി പ്രതിപാദിക്കുന്നില്ലെങ്കിൽ പോലും CPM നേതാക്കളെ വേട്ടയാടി പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു നിൽക്കുമെന്ന് തന്നെ പാർട്ടി പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് മറ്റൊന്നാണ്. എങ്കിൽ പോലും ഇത്രമാത്രം പിന്തുടർന്ന് വേട്ടയാടാൻ മാത്രം പിണറായിയെയും CPMനെയും കേന്ദ്രം ഭയക്കുന്നുണ്ടോ? അതായത് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് എൻ്റെ ഒരു ഡിബേറ്റിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ എന്തിന് വേട്ടയാടണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ തെറ്റാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് അറിയാൻ പാടില്ലാതെയാണ് ഇന്നലെ സ്മൃതി പരുത്തിക്കാട് അതുപോലത്തെ ഒരു ചോദ്യം റിപ്പോർട്ടർ ചാനലിൽ ചോദിച്ച് എന്നുള്ളത് ഏറെ നമ്മളെയൊക്കെ അതിശയിപ്പിച്ച് കളയുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് ഇന്ത്യയിൽ? നമ്മൾ ഓരോ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എടുത്ത് നോക്കുക, അതല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകൾ എടുത്ത് പരിശോധിക്കുക. ഈ തൊഴിലാളി യൂണിയനുകളിലൊക്കെ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഇടതുപക്ഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ആരുടെയാണ്? CPIയുടെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നല്ലകണ്ഠനെ പോലെയുള്ള ഒരുപാട് വലിയ സഖാക്കന്മാരുണ്ട്. അവർ നടത്തിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളൊന്നും പരിശോധിക്കാതെ ഒരു ഇടതുപക്ഷ പാർട്ടി അത് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RSS ആണ്, അത് BJP ആണ്. കോൺഗ്രസും BJPയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുടെ തുടർച്ചയാണ് ഇന്ന് BJP അതിൻ്റെ 2 ഇരട്ടി കനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആഗോളവൽക്കരണമായിക്കൊള്ളട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള GST ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ കോൺഗ്രസിൻ്റെ പദ്ധതികളല്ലായിരുന്നോ? അതിനെ മറ്റൊരു രീതിയിൽ ഇവിടെ BJP നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ദേശീയ രാഷ്ട്രീയം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ദേശീയ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏതു വിധേയരെയും കേന്ദ്രത്തിൽ തിരിച്ച് അധികാരത്തിൽ വരിക, അതിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുമാത്രമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അധികാരം പിടിച്ചെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വരും? ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താതെ എങ്ങനെയാണ് ഈ പറഞ്ഞ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ സാധിക്കുക? മനസ്സിലാക്കേണ്ടത് അത് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരത്തുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് വലിയ രീതിയിൽ മതേതരത്വം പറയുന്നുണ്ട് ഇന്ത്യയിൽ. ഒന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ന്യൂനപക്ഷ പ്രീണന നയം അവരെടുക്കുന്നു. അതേസമയം ഉത്തർപ്രദേശിൽ ചെല്ലുമ്പോഴോ മൃദു ഹിന്ദുത്വ നയം അവർ എടുക്കുന്നത്. കർണാടകയിലും അത് തന്നെയാണ്. വന്ദേമാതരം അവിടെ ആരോപിച്ചു. തെലങ്കാനയിലും അതേ രീതിയിൽ തന്നെയാണ്. മധ്യപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ ഇവിടങ്ങളിലൊക്കെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. അതേസമയം നമ്മൾ കേരളത്തിലേക്ക് വന്ന് നോക്കൂ. കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആർക്കാണ്? ഇസ്ലാമോഫോബിയ ആരോപിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അദ്ദേഹം തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആർക്കാണ്? അതേ രീതിയിൽ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം DYFIയുടെ വലിയ നേതാവായിരുന്നു, SFIയുടെ വലിയ നേതാവായിരുന്നു. ഇതൊക്കെ സമ്മതിക്കാം. പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി തൻ്റെ മകളെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ വിപ്ലവമല്ലേ അത്?
എല്ലാവരും മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അദ്ദേഹം അത് ഒരു ചരിത്രമായിട്ട് ഇവിടെ ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. എന്തിന് പിണറായി വിജയനെ ആക്രമിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരു വ്യക്തി 10 വർഷക്കാലം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിസ്സാരക്കാരനായിരിക്കുമോ? അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അദ്ദേഹത്തിനെതിരെ എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ് ലാവ്ലിൻ കേസ് വർഷങ്ങളായിട്ട് നീണ്ടുപോകുന്നതെന്ന്. ലാവ്ലിൻ കേസ് നീണ്ടുപോകാനായിട്ടുള്ള കാരണം എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ തെളിവ് സുപ്രീം കോടതിയിൽ നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമല്ലേ വിചാരണ ആരംഭിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും കേസിൻ്റെ ദിവസം വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നീട്ടിക്കൊണ്ടു പോകുന്നത്. അതല്ലാതെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പോയിട്ട് കോടതി പോയി പറഞ്ഞോ ഈ കേസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റുമോ? അതിൻ്റെ പേരിലാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണോ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്? അല്ലല്ലോ, അവിടുത്തെ ജഡ്ജിമാരല്ലേ. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിധി വരെ പുറപ്പെടുവിക്കുന്നതല്ലേ സുപ്രീം കോടതി എന്ന്. അപ്പോൾ സുപ്രീം കോടതിയായിട്ടല്ലേ കാണേണ്ടത്, ജുഡീഷ്യറി ആയിട്ടല്ലേ കാണേണ്ടത്. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ലേ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ പിണറായി വിജയനെ എന്തിന് ആക്രമിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, ഈ ദൈനംദിന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്? ദേശീയ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കൂ, കലാലയങ്ങളെടുത്ത് പരിശോധിക്കൂ, സർവകലാശാലകളെടുത്ത് പരിശോധിക്കൂ. ഇവിടങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത്? ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും CPIയോ CPMോ ഉണ്ടാവണമെന്നില്ല. കർഷക പ്രക്ഷോഭങ്ങളിൽ ആരാണ് വിശ്വസിച്ചത്? കോൺഗ്രസിനെ വിശ്വസിച്ചോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു കർഷക പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? പഞ്ചാബിൽ നിന്ന് സ്വയം സംഘടിച്ചു വന്ന കർഷകരാണ് ഡൽഹിയിൽ സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചോ? ദേശീയ രാഷ്ട്രീയ പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും BJPക്ക് മുമ്പിൽ ഒരു ശത്രുവല്ല. പലപ്പോഴും പല ജനകീയ പ്രക്ഷോഭങ്ങളെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം അവർക്കെതിരെയുണ്ട്. തീർച്ചയായിട്ടും അവസാന നിമിഷം കയറി ചെന്ന് മറ്റേ 8 കാലി മമ്മൂഞ്ഞ് കളിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്ന CJP സമരം. എന്തുകൊണ്ടാണ് CJP സമരത്തോട് ദേശീയ തലത്തിൽ തന്നെ എല്ലാവരും അനുകൂല നിലപാട് സ്വീകരിച്ചത്? ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് എതിർപ്പുണ്ട്. പക്ഷെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് എതിർപ്പുള്ള സമയത്തും എന്തുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല? കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഉയർന്നു വരേണ്ട ചോദ്യമാണിത്, എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇവരെ വിശ്വസിക്കുന്നില്ല. നാളെ ഏത് വിധേനയും ഇന്ത്യയിലെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരെ എടുത്ത് പരിശോധിക്കുക, അവർ പലരും നേരത്തെ കോൺഗ്രസ് ആയിരുന്നില്ലേ? പല MP-മാരെ എടുത്ത് പരിശോധിക്കുക, അവർ പലരും കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? പല MLA-മാരെ എടുത്ത് പരിശോധിക്കുക, അവർ പലരും കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? എനിക്കത് 12ഓളം മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും BJPക്ക് മുമ്പിൽ ഒരു ശത്രുവല്ല. അതേസമയം ഒരു കൃത്യമായ രാഷ്ട്രീയം പറയുന്ന, കൃത്യമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മോശമായിട്ട് നിന്നിരുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങൾ കടമെടുക്കില്ല. എവിടെയാണ് ആൾട്ടർനേറ്റീവ്? 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിത നിലവാരമാണോ ഇപ്പോൾ മലയാളികൾക്കുള്ളത്? കറണ്ട് പോകില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു നമുക്ക് 3 മാസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആർക്കെങ്കിലും ഉറച്ചു വിശ്വസിക്കാൻ പറ്റുമോ കറണ്ട് കട്ട് എപ്പോൾ കറണ്ട് ഉണ്ടാവും, എപ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്ന്? അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം കുറച്ചൊക്കെ ഒന്ന് താഴ്ന്നു പോയിട്ടില്ലേ? നമ്മളെല്ലാവരും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴും കൊടിയുടെ നിറം നോക്കി മാത്രം മുദ്രാവാക്യം വിളിക്കുന്ന, അല്ലെങ്കിൽ ചിരിച്ചു കാണിച്ചാൽ അതെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ചില മാധ്യമങ്ങളും ചേർന്ന് അങ്ങനത്തെ ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയനെ എന്തിനു വേട്ടയാടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്നതിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും CPI എങ്കിലും മനസ്സിലാക്കണം.
CPIയുടെ നിലപാടുണ്ടായിരുന്നല്ലോ ED. അവരിത് ബിസിനസ്സാണ് ഒന്ന്, പാർട്ടി കാര്യം വേറെ എന്നുള്ളൊരു നിലപാടില്ല. ഒരിക്കലുമല്ല. കാരണം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അപമാനിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവഹേളിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള അന്വേഷണത്തിലേക്ക് വലിച്ചിടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം CPIയും കേരളത്തിന് പുറത്ത് കാര്യമായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ഞാനൊരു കാര്യം പറട്ടെ, കേരളത്തിന് പുറത്തില്ലെങ്കിലും ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒക്കെ ഏറ്റവും വലിയ സംഘടന അവരുടെ പേരിലാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് ഇടതുപക്ഷമാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഇടതുപക്ഷം ഒരു വൻമതിൽ പോലെ കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ പറഞ്ഞ സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ സാധിക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കർണാടകയിൽ നിന്ന് കാസർഗോഡ് വലിയ രീതിയിൽ BJPക്ക് വളർച്ചയുണ്ടായി. എന്നാൽ കണ്ണൂർ എന്താ സംഭവിച്ചത്? കണ്ണൂർ തിരിച്ചടിച്ച് P. ജയരാജന്റെ കൈകൾ നോക്കൂ. അതുപോലെ അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ സംഘപരിവാറിന്റെ വളർച്ചയെ തടഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ കോൺഗ്രസ്സുകാർ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏത് കോൺഗ്രസ്സുകാരനും നാളെ BJPയിലേക്ക് പോകാൻ സാധിക്കും. ഏത് കോൺഗ്രസ്സുകാരനും അതിന് കൃത്യമായിട്ടുള്ള ന്യായീകരണം പറയാനും കോൺഗ്രസ്സുകാർക്ക് സാധിക്കും. അവർക്കൊരു ആശയപരമായ അടിത്തറയുടെ ബലമില്ലായ്മ കോൺഗ്രസിന് എല്ലാ കാലത്തുണ്ട്. അതാണ് കറക്റ്റ്. ആശയപരമായ ഒരു അടിത്തറ ഈ പറഞ്ഞ BJPക്കുമില്ല, ഈ പറഞ്ഞ കോൺഗ്രസിനുമില്ല. BJPക്ക് പിന്നെ എങ്കിലും കുറച്ച് സംഘപരിവാർ അജണ്ടകളുണ്ട്, അല്ലെങ്കിൽ RSSന്റെ ആശയങ്ങളുണ്ട്. എന്നാൽ കോൺഗ്രസിന് എന്താ ഉള്ളത്? കോൺഗ്രസ് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നയരൂപീകരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവിടെ AICC സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയരൂപീകരണം, അത് വിദ്യാഭ്യാസ നയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യുവജനക്ഷേമമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീ സുരക്ഷ ആയിക്കൊള്ളട്ടെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നയരൂപീകരണം നടത്തുന്നുണ്ടോ? ഇല്ല. അവിടെയൊക്കെ കൃത്യമായിട്ടൊരു അൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഈ രാജ്യത്ത് മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഇടതുപക്ഷത്തിനാണ്. അപ്പം ആ ഇടതുപക്ഷം തകരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, സൗത്ത് ഇന്ത്യയിൽ അവർക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആര് തകരണം? CPMഉം അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തകരണം. അതിന് അവരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പിണറായി വിജയനെ അവഹേളിക്കണം, അദ്ദേഹത്തെ തകർക്കണം, അദ്ദേഹത്തെ വേട്ടയാടി ഇല്ലാതാക്കിയാൽ മാത്രമാണ് ഈ പറഞ്ഞ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ സാധിക്കൂ. പിണറായി വിജയനും CPMഉം ഇവിടെ ശക്തിയോടുകൂടി ഒരു ആശയത്തോടുകൂടി ഇവിടെ അടിയുറച്ച് നിൽക്കുന്നവർ അത്രയും കാലം കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ സാധിക്കില്ല. ആ ഒരൊറ്റ കാരണം മതി. മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇല്ലാതാകണം. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത CPI ഇടതുപക്ഷത്തിന് ഒരു അപമാനമായിട്ട് മാറുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ കേസ് അന്വേഷണമൊക്കെ പൊയ്ക്കോട്ടെ, ഇപ്പോൾ വീണ വിജയൻ എഴുതി, അല്ലെങ്കിൽ വീണ T എഴുതിയ ഡയറി കണ്ടെത്തി എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ED അങ്ങനെ ഒരു എവിഡൻസ് കിട്ടിയെന്ന് പുറത്ത് റിപ്പോർട്ട് വിട്ടിട്ടുണ്ടോ എന്ന് പോലും വ്യക്തതയില്ല സത്യത്തിൽ. അല്ല, ഇത് ഇന്നലെ ഇവരുടെ തന്നെ റിപ്പോർട്ടറിന്റെ ചർച്ചയിൽ M. ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്നതിന് ഒരു ഉത്തരം പറയാനായിട്ട് ആങ്കർക്ക് സാധിച്ചിട്ടില്ല, ആ മോഡറേറ്റർക്ക് സാധിച്ചിട്ടില്ല. അത് മറ്റൊരു വശമാണ്. ED ഇതേമാതിരത്തെ ഒരു പത്രക്കുറിപ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് നോക്കൂ. കാരണം മെയ് മാസത്തിൽ നടന്ന ED റെയ്ഡ്, അതിലിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് പത്രക്കുറിപ്പ് ഇറക്കുന്നത് എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ED ഡയറക്ടർ ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഴിമതി കാണിച്ചതിന്. ED അതുകൊണ്ട് അത്ര സുതാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ അത്ര നന്മമരങ്ങളൊന്നുമല്ല ED ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഉപയോഗിക്കുന്ന EDയെയും ഇൻകം ടാക്സിനെയൊക്കെയാണ്. ആ സത്യം ഇനിയെങ്കിലും കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. മറിച്ച് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെതിരെ കേന്ദ്രം വരുന്ന സമയത്ത് അത് ആഘോഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല. നാളെ അവർ BJPയിലേക്ക് തന്നെ പോകേണ്ട ആളുകളാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ലാത്ത കുറച്ച് കോൺഗ്രസ് നേതാക്കൾ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കേസിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് പരിഗണിക്കാമെന്നുള്ള രീതിയിലല്ലോ പറഞ്ഞത്. അങ്ങനെ ആർജവമുള്ള കോൺഗ്രസ്സുകാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എണ്ണത്തിൽ വളരെ കുറവാണ്. ഈ സംഘപരിവാർ അജണ്ടയെ തടഞ്ഞു നിർത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് കോൺഗ്രസിനകത്ത് എത്ര പേർക്ക് സാധിക്കും? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കകത്ത് CPIക്ക് അത് സാധിച്ചിട്ടില്ല. CPI സത്യം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ പിണറായി വിജയൻ എന്തോ വലിയ ഒരു ഭീകരനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? അതിന് പിന്തുണ കൊടുത്തത് ആരാണ്?
ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ പ്രാവശ്യം UDF പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഈ സർക്കാർ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? സംഘപരിവാർ അജണ്ട അതേ രീതിയിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ മുസ്ലിം ലീഗിന് തന്നെ എതിരാണ്. മറ്റൊരു പാർട്ടിയെക്കുറിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ചിന്തിച്ചു തുടങ്ങിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെയായാലും പിണറായി വിജയനെ തകർക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമാണ്. അവർക്ക് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും വളരണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം കിടക്കുന്ന ഈ ട്രേഡ് യൂണിയനുകളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി നശിപ്പിക്കണം? ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തെ തകർക്കേണ്ടതുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തകർക്കണം എന്നുണ്ടെങ്കിൽ ആരെ തകർക്കേണ്ടതുണ്ട്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയനെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പോയി രാജ്യസ്നേഹമുള്ള കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാർ പോയി വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല. ചില CPIയുടെ നിലപാടുകളിൽ വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടതുപക്ഷം ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ മതേതരത്വത്തിന് ആവശ്യമാണ് എന്ന കാര്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതിനാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.